നമസ്കാരം. പോലീസുകാരുടെ പേരും സ്ഥലവും എടുത്തു പറഞ്ഞു പരസ്യമായ ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാക്കൾക്കെതിരെ പാലക്കാട് നോർത്ത് പോലീസ് കേസെടുത്തു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. വിപിൻ, പ്രവർത്തകരായ ഷാദുൽ, അഭിഷേക് എന്നിവരുൾപ്പെടെ കണ്ടാലറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പാലക്കാട് നടത്തിയ പ്രതിഷേധത്തിനിടയിലായിരുന്നു വിപിന്റെ വിവാദ പ്രസംഗം. വോട്ടെണ്ണൽ ദിവസം UDF, LDF പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് ലാത്തി വീശിയതിനെതിരെയായിരുന്നു ഭീഷണി പ്രസംഗം. ഞങ്ങളെ തല്ലിയവർക്കെതിരെ ഞങ്ങൾക്ക് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ഞങ്ങളുടെ മാത്രമല്ല പോലീസുകാരുടെയും ശരീരത്തിൽ നിന്നും ചോര ചീന്തും. എല്ലാവരെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. കിട്ടിയതെല്ലാം തിരിച്ചു കൊടുക്കാത്ത ചരിത്രം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങളുടെ ഭീകരതയ്ക്ക് അറുതി ഉണ്ടാകില്ല എന്നിങ്ങനെയായിരുന്നു പോലീസുകാരൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി. വോട്ടെണ്ണൽ ദിവസം UDFന്റെ ആഹ്ലാദ പ്രകടനം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപം എത്തിയപ്പോഴാണ് സംഘർഷം ഉണ്ടായത്. ഓന്തിനെ പോലെയാണ് പോലീസ് നിറം മാറുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി നേരത്തെ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SFI നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. അതേസമയം നവകേരള യാത്രക്കിടയിൽ പ്രതിഷേധക്കാരായി KSU പ്രവർത്തകരുടെ തല അടിച്ചുപൊളിച്ച് ഗൺമാന്മാർക്കടക്കം തിരിച്ചടി ലഭിക്കുമെന്ന സൂചനയുണ്ട്. അന്ന് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. നിലവിൽ ആലപ്പുഴ MLA AD തോമസിനെ തെരുവിലിട്ട് തല്ലിയ കേസിൽ പുനരന്വേഷണം ആരംഭിക്കുന്നതോടെ ആഭ്യന്തര വകുപ്പിൽ ഈ ഗുണ്ടായിസം നടത്തിയവർ അഴികൾക്കുള്ളിലാകാൻ സാധ്യതയേറെയാണ്. മർദ്ദനത്തിൽ വീഴ്ചയില്ലെന്നും അത് വെറും ഡ്യൂട്ടിയുടെ ഭാഗമാണെന്നും പറഞ്ഞ് പഴയ സർക്കാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് AD തോമസ് ഉടൻ പരാതി നൽകും. മർദ്ദനമേറ്റവരുടെ പ്രതീകമായാണ് താൻ ആലപ്പുഴയിൽ മത്സരിച്ചതെന്നും പോലീസിന്റെ അതിക്രമത്തിനെതിരെയുള്ള ജനവിധിയാണിതെന്നും തോമസ് പ്രതികരിച്ചു. അവരോട് വ്യക്തിപരമായ വിരോധമില്ല. കണ്ടാൽ ചായ കുടിക്കും, പക്ഷേ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്നാണ് തോമസ് വ്യക്തമാക്കുന്നത്. 2023 നടന്ന നവകേരള യാത്രക്കിടയിൽ കണ്ണൂരിലും ആലപ്പുഴയിലും അരങ്ങേറിയത് സമാനതകളില്ലാത്ത പോലീസ് ഗുണ്ടായിസമായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാൻ എസ്കോർട്ട് വാഹനത്തിൽ ഒളിപ്പിച്ചു വെച്ച വടിയുമായി പുറത്തിറങ്ങിയാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിക്കീറിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം പിന്നാലെ വന്ന് ആളുകളെ മർദ്ദിക്കുന്നത് ഏത് പോലീസ് മാനുവലിൽ ഉള്ളതാണെന്ന ചോദ്യത്തിന് അന്ന് മറുപടി ഉണ്ടായില്ല. സാധാരണ ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്നതിനെ വീശിയടിക്കാവുന്നതുമായ പ്രത്യേകതരം ദണ്ഡാണ് ഗൺമാൻ സന്ദീപും സംഘവും അന്ന് ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ഇത്തരം ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടുനടന്നത് വലിയ ചട്ടലംഘനമായിരുന്നു. ഇടുക്കിയിൽ പത്ര ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചും ഇവർ തങ്ങളുടെ പ്രതാപം കാണിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇവരെ പരസ്യമായി ന്യായീകരിച്ചതോടെ ഉദ്യോഗസ്ഥർക്ക് ആരും ചോദിക്കാനില്ലെന്ന ധാരണയായി. എന്നാൽ ഭരണം മാറുകയും അന്നത്തെ ഇരയായിരുന്ന AD തോമസ് MLA ആയി സഭയിലെത്തുകയും ചെയ്തതോടെ കഥ മാറുകയാണ്. സ്വന്തം പദവി മറന്ന് ക്രിമിനൽ സംഘത്തെ പോലെ പെരുമാറിയ ഗൺമാന്മാർക്ക് ഇനി കാക്കി ഊരി വീട്ടിലിരിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ കേസിൽ വൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും കേരളത്തിൽ ഭരണം മാറിയിരിക്കുന്നു. ഭരണം മാറിയാൽ ഏറ്റവും അടിയന്തരമായി പെട്ടുപോകുന്ന ഒരു വിഭാഗം പോലീസ് സേനയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ UDF പ്രവർത്തകരെ ഭരണകൂടത്തിൻ്റെ കൃത്യമായ ശാസനയോടുകൂടി അടിച്ചുമൊതുക്കിയും തല്ലിയും വന്നിരുന്ന പോലീസുകാർക്കും പണി പുറകെ വരുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.